ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനിയായ സാംസങ്ങിൻ്റെ പുതിയ ഹാൻഡ്സെറ്റ് ഇപ്പോൾ വിപണിയിലെത്തിയിരിക്കുകയാണ്. ഗാലക്സി A90 എന്നാണ് ഈ സ്മാർട്ട് ഫോണിന് പേരിട്ടിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ കൊറിയയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിലേക്ക് വൈകാതെ തന്നെ എത്തും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സാംസങ് ഗാലക്സി A90 എന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വണ്ടർസ് നേച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ FHD പ്ലസ് സൂപ്പർ AMOLED LED ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. സാംസങ് ഗാലക്സി A70 പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ എഡ്ജ് ടു എഡ്ജ് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ സെറ്റപ്പും ഇതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രവുമല്ല, ഈ സ്മാർട്ട് ഫോണ് 5G സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ എത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വിപണിയിൽ എത്തുന്നത്. അതായത് 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസറിന് പുറമെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 32 മെഗാ പിക്സലോട് കൂടിയാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ സെറ്റപ്പ്. അതുപോലെ തന്നെ 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അതുകൂടാതെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് റെക്കഗ്നേഷനും ഇതിനുണ്ട്. 6GB 8GB റാം ഓപ്ഷനുകളിൽ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉണ്ട്. ഇത് 6GB റാം മോഡലിന് മാത്രം മൈക്രോ SD കാർഡ് വഴി 512GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സാംസങ് ഗാലക്സി A90 എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോട് മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും.